ഞങ്ങളെ ദീപാകെ സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല സന്തോഷമാണ് ഈ നല്ല അതിരാവിലെ സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ദൈവമേ മേജി ഗോസ്പൽ വോയിസ് മൂലമായി ഇതിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും വചനങ്ങൾ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കൊരു പകൽക്കാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ. ഈ 8-ാം മാസത്തിൻ്റെ 30-ാമത്തെ ദിവസം അതിരാവിലെ സമയത്ത് അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരാൻ ഞങ്ങൾക്കൊരു കൃപ തന്നല്ലോ. കഴിഞ്ഞ 29 ദിവസവും ഞങ്ങൾ അത്ഭുതമായി നടത്തിയല്ലോ. കഴിഞ്ഞ 8 മാസങ്ങളും ഞങ്ങൾക്ക് ഇത് നല്ലവനായി ഇരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഉപഹാരങ്ങൾക്കാകെ നടത്തി വന്ന എല്ലാ നന്മകൾക്കാകെ നന്ദിയുള്ളവരായി ഇതിൻ്റെ പാദത്തിൽ ഞങ്ങൾ കടന്നു വരുന്ന പിച്ച ഇതിനോടുകൂടെ കർത്താവ് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായി പ്രാർത്ഥിക്കാനിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി ഭവനമായി പേരായി അവർ നീ അനുഗ്രഹിക്കണമേ. എല്ലാവരും നിന്റെ പാദപ്രതിനെ കൊണ്ടുവയ്ക്കുന്ന പിച്ച ഒരുത്തരെയും കൈവിടരുതേ, ഒരുത്തരെയും മറക്കരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും തള്ളിക്കളയരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും മേലും നിന്റെ കൃപയുള്ള കരം ഇരിക്കണം, നിന്റെ ദയവുള്ള കരം ഇരിക്കണം. എല്ലാവരും നീ കാത്തു സൂക്ഷിക്കണം. അവരുടെ കണ്ണുനീര്, വേദനകൾ, വ്യാകുലങ്ങൾ, പ്രയാസങ്ങൾക്കെല്ലാം എൻ്റെ കർത്താവ് മറുപടി കൊടുക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കുന്നു. അതിനെ ബലപ്പെടുത്തിക്കാട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിശ്ചയമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം കർത്താവ് നിങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളെ ബലപ്പെടുത്തി സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1216-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. 8-ാം മാസത്തിൻ്റെ 30-ാം തീയതി അതിരാവിലെ സമയത്ത് അപ്പച്ചൻ്റെ പാദപ്രതി നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 മാസവും നമുക്ക് ദൈവം നല്ലവനായിരുന്നു. ഇനി ഒരു ദിവസമേ നമുക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ മാസം കഴിഞ്ഞ് 9-ാം മാസം പ്രവേശിക്കാൻ പോകുന്നു. ഇത്രത്തോളം നടത്തി ഇനി നമ്മളെ നടത്തും. 1-2 വാക്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ എഴുതിയ 33-ാം സങ്കീർത്തനം അതിൻ്റെ 18-19 വാക്യം. സങ്കീർത്തനക്കാരൻ 33-ാം സങ്കീർത്തനത്തിൻ്റെ 18-19 വാക്യം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ഇതേ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. ദൈവം പറയാണ്, ദൈവമാ പറയുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ലോകത്തിൽ നമ്മളെ കാണാൻ, നമ്മളെ അന്വേഷിക്കാൻ, നമ്മളെ വിചാരിക്കാൻ, നമുക്ക് നന്മ ചെയ്യുവാൻ, സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ഒരു തനിച്ചൊരു പ്രാർത്ഥനമായിരിക്കും. ഓക്കെ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് ഭർത്താവില്ലായിരിക്കും, വിഷമിക്കരുത്. ഭാര്യയില്ലായിരിക്കും, വിഷമിക്കരുത്. അപ്പനും അമ്മയും ഇല്ലായിരിക്കും, വിഷമിക്കരുത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, ഒരു പ്രയോജനമില്ല, കുഞ്ഞുങ്ങളെല്ലാം വിട്ടു കാണും, നിങ്ങൾ വിഷമിക്കരുത്. സഹോദരങ്ങൾ, അപ്പൻ, അമ്മ, സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, മിത്രങ്ങൾ എല്ലാവരും കൈവിട്ടു, വിഷമിക്കരുത്. അവരെല്ലാം ചിലപ്പോൾ മരിച്ചുപോയി കാണും, ചിലർ ഉണ്ടായിരിക്കും, ഇരുന്നൊരു പ്രയോജനമില്ല. ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, പേടിക്കരുത്. നിങ്ങളുടെ മേൽ 2 ദൃഷ്ടിയുണ്ട്, 2 കണ്ണുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും ആഹാറിനെ വെളിയിലിറക്കി വിട്ട സമയം, അവൾ ഇറങ്ങി വന്ന സമയത്ത് സാറയ്ക്കും അവൾക്ക് വഴക്കുണ്ടായി. അവൾ വെളിയിൽ വന്ന സമയത്ത് മരുഭൂമിയിൽ അവൾ തനിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളെ ദൈവത്തിന്റെ ദൂതൻ വന്ന് വിളിക്കുകയാണ്, കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എവിടെ പോകുന്നു? എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നു? എങ്ങോട്ടാ പോകുന്നത്? കാരണം അവൾക്ക് പോകാൻ അഡ്രസ്സില്ല, പോകാൻ വീടില്ല, നാടില്ല. ഒരു എങ്ങോട്ട് പോകണം അവൾക്ക് അറിയത്തില്ല. ഒരു പ്രാന്തിയെ പോലെ വനാന്തരത്തില് വയറ്റിലൊരു കുഞ്ഞിനെ വെച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒന്നുകൊണ്ട് അവൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. എവിടെ പോയി മുടിയും, അന്തമില്ല. എങ്ങോട്ട് യാത്ര ചെയ്യുന്നു അറിയത്തില്ല. പക്ഷേ അവിടെ ദൈവത്തിന്റെ ദൂതൻ അവളെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പറയാണ്, നീ എന്നെ കാണുന്ന ദൈവം, ഞാൻ നിന്നെ നോക്കുന്ന അടിമ. അപ്പൊ ദൈവം എത്രമാത്രം വ്യവസ്ഥയുള്ള ദൈവം, വ്യക്തമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ. നിങ്ങൾ ദൈവഭക്തനാണോ? രക്ഷിക്കപ്പെട്ട് കറക്റ്റ്, സ്നാനപ്പെട്ട് കറക്റ്റ്, അഭിഷേകം കൊണ്ട് കറക്റ്റ്, കൃപാവരം കൊണ്ട് കറക്റ്റ്, പ്രബോധനം കൊണ്ട് കറക്റ്റ്, ദീർഘദർശനം എല്ലാം ഉണ്ട് നമുക്ക് കറക്റ്റ്. പക്ഷേ ദൈവഭക്തനാണോ? ആ ഭക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ. യഹോവയുടെ ദൃഷ്ടി വേറെ ആരുടെ മേലും വരത്തില്ല, തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു. കർത്താവേ, നിന്റെ ദയയില്ലാതെ ഞാൻ ജീവിക്കാൻ പറ്റത്തില്ല, നിന്റെ കൃപയില്ലാതെ ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ ദയവ് എനിക്ക് വേണമെന്ന് തൻ്റെ ദയക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലാണ് ദൈവം തന്റെ ദൃഷ്ടി വെച്ചിരിക്കുന്നത്. അവിടെ പറയും, തൻ്റെ ദയക്കായി പ്രത്യാശയുടെ മേൽ ഇരിക്കുന്നു.
എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും. അപ്പൊ എന്തിനാ ദൃഷ്ടി വെച്ചിരിക്കുന്നത്? നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും. അടുത്തത് ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ക്ഷാമത്തിൽ അവരെ, നിങ്ങൾ സാരി ഭാഗത്ത് ഊരോട്ട് പോയി നോക്കിയോ, വിധവയും മോനും ചാകാൻ പോയപ്പം ദൈവം ചാകാൻ വിട്ടോ? ഇല്ല. ചാകാൻ വിട്ടോ? ഇല്ല. ഇസ്രായേൽ ജനങ്ങൾ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വെളിയെ വന്നു മരുഭൂമി യാത്രയിൽ അവരെ ആഹാരമില്ല. ചാകാൻ വിട്ടോ? ഇല്ല, വിട്ടില്ല. എലിയാവ് കെരീലാറ്റിൻ കരയ്ക്കോട്ട് പോയി, അവനെ ചാകാൻ വിട്ടോ? ആകാരം ഇല്ല. ദൈവം നമ്മളെ പോഷിക്കുവാൻ മതിയായവനാണ്. ദൈവം നമ്മൾ നടത്തും. അവിടെ പറയുന്നുണ്ടോ, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. ഇതിനാണ് കർത്താവ് ദൃഷ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവ് ദൃഷ്ടി വയ്ക്കണമെങ്കിൽ ദൈവത്തിന്റെ ഭക്തന്മാരായി നമ്മൾ മാറണം. ദൈവത്തിന്റെ കണ്ണുകൾ നമ്മൾ ഭക്തനായി കണ്ടെങ്കിൽ മാത്രമേ തന്റെ ദൃഷ്ടി നമ്മൾ വയ്ക്കത്തുള്ളൂ. ദൃഷ്ടി വെച്ചെങ്കിൽ മാത്രമേ, തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് മരണത്തിൽ നിന്നും ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, അവിടെ എന്താ പറയുന്നത്, തന്റെ ദൃഷ്ടി തന്റെ മേലെ വെച്ചിട്ട് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, എത്രയോ രോഗങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ വന്നു കാണും. ഇപ്പൊ നിങ്ങൾ മരണക്കിടക്കലായിരിക്കും, ദൈവം മരിക്കാൻ വിടത്തില്ല. ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. ദൈവം നിങ്ങളെ കാണും. പക്ഷെ നമ്മൾ ആരായിരിക്കണം? ദൈവഭക്തനായിരിക്കണം. പെന്തക്കോസുകാരനായിരുന്നു ഒരു പ്രയോജനമില്ല. ദൈവഭക്തനായിരിക്കണം. പെന്തക്കോസ് സഭയിൽ പോയി കൈയടിച്ച് ചാടി തുള്ളി കുറിച്ച് അന്യഭാഷ പറഞ്ഞ് ഒരു പ്രയോജനമില്ല. പ്രവാചകനാന്ന് പറഞ്ഞ് വീട് പോലും നടന്ന് പ്രവചിച്ച ഒരു പ്രയോജനമില്ല. ദൈവഭക്തനാണെങ്കിൽ ധൈര്യമായി നിൽക്കുക. നിന്റെ മേൽ ദൃഷ്ടിയുണ്ട്, ദൃഷ്ടിയുണ്ട്. രണ്ട് കണ്ണുകൾ നിന്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. നിന്നെ ചാകാൻ വിടത്തില്ല. ആഹാരം മരിക്കാൻ പോവാ, വിട്ടില്ല. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. മറുപടിയും പോ, അവിടെ കൂടെ പോയി അടങ്ങിയിരിക്കാൻ പറഞ്ഞ് മറുപടിയും അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് അവളെ നയിച്ച് നമുക്കറിയാമല്ലോ. അതേപോലെ കർത്താവ്, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാണോ? ചാകാൻ വിടത്തില്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ചാകത്തില്ല. ഡോക്ടർമാർ ചത്തുവെന്ന് പറഞ്ഞ് ചാകത്തില്ല. ദൈവം നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അതിനാണ് കർത്താവ് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പരിഭ്രമിക്കണ്ട, പേടിക്കണ്ട. കർത്താവ് നമ്മുടെ കൂട്ടിനുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യം നല്ല പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് അപ്പച്ചനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്നെ പോലൊരു നല്ല ദൈവം ഈ ലോകത്ത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല അപ്പച്ച. നീ ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നവനാണ്. നിന്റെ ഭക്തന്മാരായി ഞങ്ങളെ മാറ്റിയല്ലോ. പാപച്ചേറ്റിരിക്കണം ഞങ്ങളെ തൂക്കിയെടുത്ത് നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി ഭക്തൻ എന്നൊരു സ്ഥാനം ഞങ്ങളെ കൊണ്ടുവച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് വെച്ചത് മാത്രമല്ല, ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ ദയക്കായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ ദൃഷ്ടി വെച്ചിട്ടുണ്ടല്ലോ. അതിനായി സ്തോത്രം. അത് മാത്രമല്ല, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളെ ക്ഷാമത്തിൽ നിന്നും ജീവനോടെ രക്ഷിപ്പാനും നീ ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവേ. എൻ്റെ ജീവിതത്തിൽ എത്രയോ മരണങ്ങൾ ക്ഷാമം മൂലമായി വന്നു, പട്ടിണി മൂലമായി വന്നു, രോഗം മൂലമായി വന്നു, മറ്റുള്ളവരുടെ ഭീഷണി മൂലമായി വന്നു. എന്തോരം മരണം എന്നെ തൊട്ട് വന്ന് എന്നെ ഛേദമില്ലാതെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ 8-ാം മാസം ഈ 30-ാം തീയതി അതിരാവിലെ ഇരുട്ടോടെ എഴുന്നേറ്റിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ജീവനും ബലനും തന്നിരിക്കുകയാണ്. ആ കൃപയിലാണ് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ആരും വേണ്ട. എന്നെ കാണാനോ അന്വേഷിക്കാനോ വിളിക്കാനോ പറയാനോ ആരും വേണ്ട. പെറ്റുവളർത്തിയ കുഞ്ഞുങ്ങളെല്ലാം കൈവിട്ടോ കുഴപ്പമില്ല. സ്വന്തങ്ങൾ ബന്ധങ്ങൾ കൈവിട്ടോ കുഴപ്പമില്ല. മാതാപിതാക്കൾ കൈവിട്ടോ, സമുദായം കൈവിട്ടോ, പാസ്റ്റർമാരെല്ലാം കൈവിട്ടോ, നോ പ്രോബ്ലം. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ഒരുത്തനുണ്ട് കേട്ടോ. നിങ്ങൾ പേടിക്കരുതേ. നിങ്ങൾ പേടിക്കരുതേ, നിങ്ങൾ പരിഭ്രമിക്കരുതേ, നിങ്ങൾ തകർന്നു പോകരുതേ. ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞ് നടത്തേണ്ട പാതയിലൂടെ നടത്തിക്കൊണ്ട് പോകുവാൻ നമുക്കൊരാളുണ്ട്. നിങ്ങൾ മരിക്കത്തില്ല, നശിക്കത്തില്ല, തകരത്തില്ല. നിങ്ങളുടെ ഭവനം നശിക്കത്തില്ല, സന്തതികൾ, കുഞ്ഞുങ്ങൾ നശിക്കത്തില്ല. ദൈവാത്ഭുതം പ്രവർത്തിക്കും. അനേക ഭവനങ്ങളിൽ ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വിവാഹപരവും കഴിഞ്ഞ് ആൺപിള്ളാരും പെൺപിള്ളാരും വയസ്സ് കഴിഞ്ഞിങ്ങനെ പ്രായപരിധം താണ്ടി നിൽക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. ആ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാനുള്ള ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരാണ്. അയ്യോ, എൻ്റെ കുഞ്ഞിന്, എൻ്റെ മോന്, എൻ്റെ മോക്ക് ഇങ്ങനെ ആയാലെന്ന് പറഞ്ഞ് കണ്ണുനീരാണ്. അങ്ങനെ കണ്ണുനീരോടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒന്നും ചെല്ലട്ടെ, ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പ്രയാസം, എന്തോരം രാത്രിയും പകലും കഷ്ടപ്പെട്ട് ജോലി നലഞ്ഞ് ഓടി ഇപ്പൊ കാല് തേഞ്ഞിരിക്കുക. ഇനി ഓടാൻ വയ്യ, ഇനി എഴുന്നേക്കാൻ വയ്യ. നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിന്റെ ദയവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഭക്തന്മാരായി നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. നിങ്ങളെ ദൈവം വിടുവിക്കും. നിനക്ക് ദൈവം വഴി തുറക്കും.
ദൈവം നിശ്ചയം നിനക്ക് അത്ഭുതം പ്രവർത്തിക്കും. നീ പേടിക്കരുത്, ഭയപ്പെടരുത്. ദൈവം നിശ്ചയം നിനക്ക് വഴി തുറക്കും. നീ ധൈര്യമായി നിൽക്കുക. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജോലി കർത്താവ് തരും. വിവാഹം തടസ്സമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ചിരിക്കുന്ന വർഷങ്ങളായി ദൈവം ഒന്ന് ചേർക്കും. നിശ്ചയം ദൈവം ചേർക്കും. അതിന്റെ മധ്യ നിൽക്കുന്ന ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളെ കർത്താവ് മുറിയടിച്ച് നശിപ്പിച്ച് ആ ദുഷ്ടന്റെ എല്ലാ ബന്ധനങ്ങളെ ദൈവം അഴിച്ച്. എത്രയോ കുടുംബങ്ങൾ ചെതറാൻ കാരണം അതിന്റെ ഇടയിൽ ഒരുത്തൻ കാണും, ഒരു നാരകൻ കാണും. ഒരു നാരകൻ കാണും. അവനാണ് പറഞ്ഞ് 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 കുടുംബങ്ങളെ പിരിക്കുന്നത്, നശിപ്പിക്കുന്നത്. അപ്പടി അങ്ങനെയുള്ള നാരകന്മാരിൽ ദൈവം തമ്പുരാൻ നിശ്ചയമായി തൊടും. ദൈവം അതിന് മതിയായവനാണ്. അവന്റെ എല്ലാം ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് അറിയത്തില്ല. അവന്റെ സന്തതിയുടെ സ്ഥിതി എന്താ നമുക്ക് അറിയത്തില്ല. എന്തോരം മാതാപിതാക്കള് രക്തക്കണ്ണീര് കുടിച്ചോണ്ടിരിക്കുകയാണ്. രക്തക്കണ്ണുനീര്. അയ്യോ, എന്റെ കുഞ്ഞിനിങ്ങനെ വന്നല്ലോ, എന്റെ മോനിങ്ങനെ വന്നല്ലോ, എന്റെ മോക്കിങ്ങനെ വന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുമാത്രം ദൈവദാസന്മാർ, ദൈവമക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ ഈ ലോകത്തിലുണ്ട്. നിങ്ങളുടെ കണ്ണുനീരെ കാണുന്നൊരു ദൃഷ്ടി നിങ്ങളുടെ മേലെ ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങളുടെ വ്യാകുലം കണ്ണുനീര് കാണുന്നൊരു ദൈവം, നിങ്ങളെ മനസ്സിലാക്കിയ ദൈവം, നിങ്ങളെ അറിഞ്ഞൊരു ദൈവം ഇറങ്ങി. നിങ്ങൾ പേടിക്കണ്ട. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വേണ്ടി കരയുന്നോ? കരയണ്ട. കുഞ്ഞുങ്ങളുടെ ജോലിക്ക് കരയുന്ന കരയണ്ട. ഒരു ഭവനത്തിന് വേണ്ടി കരയുന്നോ? കടബാധ്യത, ജീവിക്കാൻ വഴിയില്ല, ഒരു നിവൃത്തിയില്ല, കിടക്കുന്ന കിടക്കലാണ്, തീരാതെ രോഗം, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. കടമേടിച്ച് ഇനി മരുന്ന് കുടിക്കാൻ നമുക്ക് ബലനില്ല, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. തകർത്തില്ല. ദൈവമാ വിളിച്ച് പറയുന്നത്. ഇവിടെ എന്തോ പറയുന്നത്? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അതിനാണ് ഈ ദൃഷ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൃഷ്ടി വെക്കണമെങ്കിൽ ദൈവഭക്തനായിരിക്കണം. ദൈവന് വേണ്ടി കാത്തിരിക്കണം, കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. തകർന്നതും നഷ്ടപ്പെട്ടതും കൈവിട്ടു പോയതെല്ലാം കർത്താവ് തിരിച്ചു തരും. നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല, ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങളുടെ ഭവനം ഇടിഞ്ഞു പോകത്തില്ല, കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകത്തില്ല. ദൈവം ശത്രുവിന്റെ മുന്നിൽ നിനക്ക് മേശ ഒരുക്കും. നിന്നെ പരിഹസിച്ചോ, ഒരു ചിരിച്ചോ, ഒരു കളിയാക്കിയോ, ഒരു കാർക്കിച്ച് തുപ്പിയോടെ എല്ലാം മുന്നിൽ എന്റെ കർത്താവ് നിനക്ക് മേശ ഒരുക്കും, നിശ്ചയമായി ഒരുക്കും. പ്രവചിച്ച് പറയാണ്, ദൂത് പറയാണ്. ദൂത് വേണേ എടുത്തോ. നിന്നെ കർത്താവ് അനുഗ്രഹിക്കും, നിന്റെ മേൽ കർത്താവ് ദൃഷ്ടി വെച്ചിട്ടുണ്ട്. നീ ഭക്തനാ, നീ ഭക്തിയാ. നിന്റെ മേൽ കർത്താവ് ദൃഷ്ടി വെച്ചിട്ടുണ്ട്. നിന്നെ കർത്താവ് മരിക്കാൻ അനുവദിക്കത്തില്ല, നശിപ്പിക്കാൻ വിടത്തില്ല. പട്ടിണിയോ ദരിദ്രമോ ഏത് ക്ഷാമമോ ഭൂകമ്പോ വരട്ടും നിന്നെ കർത്താവ് വിടത്തില്ല. ഒരു കാലത്തും നീ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ഒരു കാലത്തും ദൈവം നിന്നെ മറക്കത്തില്ലെന്ന്, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തിനാ നീ കരയുന്നത്? കരയണ്ട. നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് പോലും നഷ്ടപ്പെട്ടു ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കണ്ണുനീർ ഒന്നും തറ വീണിട്ടില്ല കേട്ടോ. എല്ലാം അവന്റെ തുരുത്തിയിലായിരിക്കുന്നത്. മറുപടി കൊടുക്കുന്ന ദൈവമാ കേട്ടോ. കാരണം കണ്ണ് നമ്മുടെ മേലല്ല ഇരിക്കുന്നത്. ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടി കൊടുക്കുന്ന വിലയുണ്ട് കേട്ടോ നമ്മുടെ കണ്ണുനീരിന്. നമ്മുടെ കണ്ണുനീരൊന്നും വിലയില്ലാത്തതല്ല. അത് ഭൂമിയിൽ വീണിട്ടില്ല, തറയിൽ വീണിട്ടില്ല, ബാത്റൂമിൽ വീണിട്ടില്ല, അത് നശിച്ചിട്ടില്ല. അപ്പച്ചൻ തുരുത്തിയിൽ വെച്ചിരിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നിശ്ചയം അത്ഭുതം പ്രവർത്തിക്കും. ദൈവം വിടുതൽ തരും. നിങ്ങളുടെ എല്ലാം സാക്ഷി ഞാൻ കേൾക്കും. ദൈവം നിങ്ങളെ തകർക്കുവാനോ നശിപ്പിക്കാനോ വിടത്തില്ല. ഭവനം തകർന്നോ പേടിക്കണ്ട, കുഞ്ഞുങ്ങൾ കൈവിട്ടോ പേടിക്കണ്ട, വീട്ടുകാർ കൈവിട്ടോ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ഒരുത്തനുണ്ട് കേട്ടോ. നമ്മൾ ഭക്തരായിരുന്നാ മതി, ആത്മാവിന്റെ നിറവിലങ്ങ് ഇരുന്നാ മതി, ദൈവന് വേണ്ടി കാത്തിരുന്നാ മതി, കൃപയ്ക്ക് വേണ്ടി കാത്തിരുന്നാ മതി. നിങ്ങളെ കർത്താവ് കൈവിടത്തില്ല. അവിടെ പറയുന്ന കണ്ടോ, അവരുടെ പ്രാണനെ ഞാൻ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. കർത്താവ് രക്ഷിക്കും, കർത്താവ് വിടുവിക്കും, കർത്താവ് പരിപാലിക്കും, ദൈവം നടത്തും. പേടിക്കരുത്, ദയവിച്ചത് പേടിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ആ വിശ്വാസവും സംശയവും പേടിയും ഭയം എല്ലാം വലിച്ച് പറിച്ച് തീക്കാത്തിട്ടുണ്ട്. അത് വേണ്ട. അന്ന് പൗലിന്റെ കയ്യില് ആ വിരിയൻ പാമ്പ് അങ്ങോട്ട് കടിച്ചപ്പോൾ, ആ വിഷപ്പാമ്പ് കടിച്ചപ്പോൾ അവൻ തീക്കാത്തോട്ട് കുടഞ്ഞിട്ടതുപോലെ നിന്റെ ജീവിതത്തിലിരിക്കുന്ന എല്ലാം കുടഞ്ഞ് തീക്കാത്തിട്ട് എല്ലാം കരിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ പേടിയും ഭയവും രോഗവും പ്രയാസങ്ങളും പട്ടിണിയും നിന്ദനകളും ഈ വ്യാകുലം എല്ലാം കുടഞ്ഞ് പറിച്ച് തീക്കാത്തിട്ട് എരിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തിൽ. നീ സന്തോഷമായിരേ, ആനന്ദമായിരേ. ദൈവം മേശ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവം നിനക്ക് മേശ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവം നിന്റെ തലയിൽ അഭിഷേക തൈലത്തെ ഊറ്റാൻ പോകുകയാണ്. നിന്റെ പാത്രം തുളുമ്പി നിറയാൻ പോകുക. നിന്റെ പാത്രത്തോടെ നിൽക്കത്തില്ല, മറ്റു പാത്രങ്ങൾ നിറയുന്ന മാതിരി കർത്താവ് നിന്റെ പാത്രത്തെ തുളുമ്പ വയ്ക്കാൻ പോകുകയാണ്. ദരിദ്രം മാറാൻ പോകുന്നു, കണ്ണുനീര് മാറാൻ പോകുന്നു, രോഗങ്ങൾ മാറാൻ പോകുന്നു, പട്ടിണി മാറാൻ പോകുന്നു. നിന്റെ മോക്കൊന്നും നടന്നില്ലയോ, നിന്റെ മോനൊന്നും നടന്നില്ലയോ, അവൻ നശിച്ചു പോയോ, തകർന്നു പോയോ എന്നും പറഞ്ഞ് വന്ന് ചോദിച്ച് ഈ അണപ്പല്ല് കെട്ട് കടിച്ചോണ്ട് ചിരിച്ചോണ്ട് വന്നമാരുടെ എല്ലാം മുന്നിൽ കർത്താവ് നിന്റെ തലയെ ഉയർത്താൻ ഇറങ്ങി വരികയാണെന്ന്.
ഇറങ്ങി വരികയാണെന്ന്. നീ ഒന്നും മറുപടി പറയണ്ട. നിങ്ങളുടെ കുടുംബത്തിന്റെ വളരുന്നത് അങ്ങോട്ട് കണ്ട്, നിങ്ങളങ്ങോട്ട് തഴച്ചങ്ങോട്ട് എഴുന്നേക്കുന്നത് കണ്ട് അവന്മാരെല്ലാം മൂക്കെ കൈവയ്ക്കാൻ പോവാ. അയ്യോ, ഇത് എന്തുവാടാ, തകർന്നെന്ന് കരുതി, നശിച്ചെന്ന് കരുതി, പട്ടുപോയെന്ന് കരുതി, ഇപ്പൊ കണ്ടോ എന്തുവാ ഇത്, അങ്ങനെ പറയുന്ന നേരം വന്നെന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയാണ്. ഏറ്റെടുക്കുക. നിങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ, മരണത്തിന്റെ പേടികൾ എല്ലാം കർത്താവ് മാറ്റി നിങ്ങൾ സന്തോഷത്തോട്, സമാധാനത്തോട്, ദീർഘായുസ്സോടെ ഇരിക്കാൻ പോവാണ്. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശയുടെ മേലും ഇരിക്കുന്നു, അവരുടെ പ്രാണനെ മണന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ദൈവ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനകൾക്ക് പ്രയോജനമായി മാറട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് ഈ പ്രാർത്ഥനകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്.